ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു സൈഫൈ ഹൊറർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി സ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു മൂവിയുടെ സ്റ്റോറിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൂവിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ ഈ ഒരു മൂവി തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂവി എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അതുപോലെയുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് കാടിനകത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കാടിനകത്തായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് പേരും ഈ ഒരു വേട്ട ഉണ്ടല്ലോ ആ ഒരു കാര്യങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് പോകുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ക്യാത്തി, അതേപോലെ തന്നെ ക്യാത്തിയുടെ മകനായിട്ടുള്ള ജോൺ, ഇവർ രണ്ടുപേരും അവരുടെ മുത്തശ്ശന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും സിറ്റിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മുത്തശ്ശൻ ജോണിനോട് പറയുന്നുണ്ട്, ഹേയ് ജോൺ, അപ്പോൾ വേട്ടയ്ക്ക് പോകാനായിട്ട് നീ റെഡിയല്ലേ എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോൾ ഈ ഒരു വേട്ടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മുത്തശ്ശിയും ക്യാത്തിയും കൂടി ചേർന്ന് ഇവർക്ക് കൊണ്ടുപോയിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ അതിങ്ങനെ പാക്ക് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഫുഡെല്ലാം പാക്ക് ചെയ്തിട്ട് രണ്ടുപേരും തിരിച്ചിറങ്ങി വന്ന് ഈ മുത്തശ്ശി ഫുഡ് ജോണിന്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും ജോണിനോട് പറയുന്നുണ്ട്, ജോൺ, ഇതിൽ പോർക്കുണ്ട്, അതൊരിക്കലും നീ മുത്തശ്ശന് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ക്യാത്തി പറയും, ജോൺ, മുത്തശ്ശനെ വിട്ട് എവിടേക്കും പോരുത്, മുത്തശ്ശന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്മുടെ ജോൺ ആണെങ്കിൽ ഇതിന് മുന്നേയും ഇതുപോലെ വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരും നേരെ ആ ഒരു കാടിനുള്ളിലേക്ക് പോവാണ്. ഒരുപാട് ദൂരത്തെ യാത്രയുണ്ട്. അത് കഴിഞ്ഞ് കാട്ടിലേക്ക് വന്ന് രണ്ടുപേരും തോക്കെല്ലാം എടുത്ത്, ജോൺ, ബുള്ളറ്റെല്ലാം ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജോൺ ആയാലും അതേ മുത്തശ്ശൻ നല്ലതുപോലെ തന്നെ ലോഡ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവർ കാടിനുള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു വന്ന അവസാനം ഇവരൊരു മാനിനെ കണ്ടുപിടിക്കുന്നു. അതുപോലെ നമ്മുടെ ജോൺ ആണെങ്കിൽ ഇതിന് മുന്നേ അതുകൊണ്ട് തന്നെ അവനെ തോക്കെല്ലാം പിടിക്കാനായിട്ട് അറിയാം. അങ്ങനെ ജോൺ ആയാലും അതിനെ എയിം ചെയ്ത് അവസാനം ആ ഒരു മാനിനെ ഷൂട്ട് ചെയ്യുന്നു. ബുള്ളറ്റും കൊള്ളുന്നുണ്ട്. ഈ ഒരു മാനാണെങ്കിലോ ബുള്ളറ്റ് കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പേടിച്ച് മറ്റൊരു വശത്തേക്ക് ഓടുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ജോൺ, കറക്റ്റായിട്ട് നീ കൊള്ളിച്ചു, ബാ നമുക്ക് എന്തായാലും അതിന്റെ പുറകെ പോവാം, അത് അധിക ദൂരം പോകത്തില്ല എന്നും പറഞ്ഞ് ആ ഒരു മാൻ പോയ വശത്തേക്ക് ഇവർ രണ്ടുപേരും നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു മാനിന്റെ ദേഹത്ത് നിന്ന് വീണ രക്തം ഉണ്ടല്ലോ അത് ഫോളോ ചെയ്ത് കുറെ മുന്നിലേക്ക് ചെല്ലുന്നത്. ഓക്കെ, ഇതെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരിടത്ത് ആ ഒരു മാൻ അധികം നേരം നിന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ രക്തം ഒരുപാടായിട്ട് വീണ് കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ പോയിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ജോണിനെ വിശക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ ഫുഡ് എടുത്ത് കഴിക്കാണ്ട് വരുമ്പോൾ ആ ഒരു മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല കുറച്ച് ദൂരം കൂടിയുള്ളൂ, ആ ഒരു മാനിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞ് ജോൺ ഇപ്പോൾ വീണ്ടും ആ ഒരു ബാഗ് എടുത്ത് കുറച്ച് മുന്നിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു മുത്തശ്ശൻ ഉണ്ടല്ലോ അയാൾ കുറെ മുന്നിലേക്ക് ഈ ഒരു മാനിനെ ഫോളോ ചെയ്ത് അങ്ങ് പോവാണ്. ജോൺ, ഇവിടേക്ക് വന്ന് പറഞ്ഞ് പക്ഷെ ജോൺ ആണെങ്കിലോ അങ്ങനെ കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചെടികൾക്കിടയിൽ എന്തോന്ന് നിൽക്കുന്നത് പോലെ. അപ്പോൾ ജോൺ ആയാലും അവന്റെ കയ്യിലുള്ള ഫുഡ് എടുത്ത് അതിനിങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നീടാണ് ആ ഒരു ജീവി ഈ ഒരു കാടിനുള്ളിലേക്ക് ഓടി പോകുന്നതും ജോൺ പെട്ടെന്ന് അതിനെ കണ്ടത് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ട് അവൻ ആ ഒരു ബാഗും തോക്കും അവിടെ വെച്ച് ഈ ഒരു മുത്തശ്ശനോട് കാര്യം പറയാതെ അവനും ആ ഒരു ജീവിയോടൊപ്പം തന്നെ കാടിനുള്ളിലേക്ക് ഓടി പോകുന്നു. അതേസമയം ഈ ഒരു മുത്തശ്ശനെ കാണിക്കുമ്പോഴത്തേക്കാണെങ്കിലോ മുത്തശ്ശനാണെങ്കിൽ കുറെ ദൂരം വന്ന് അവസാനം ഈ ഒരു മാനിനെ കണ്ടുപിടിച്ചു. അതിപ്പോഴും ചത്തിട്ടില്ല. അങ്ങനെ ആ ഒരു മാനിനെ ഷൂട്ട് ചെയ്ത് ജോൺ അതിനെന്തായാലും കൊന്നു, നീ എവിടെയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോണിനെ പുറകിൽ കാണാനില്ല. അങ്ങനെ ജോണിനെ അന്വേഷിച്ച് ആ ഒരു മുത്തശ്ശൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ നമ്മുടെ ജോണിനെ കാണിക്കുമ്പോൾ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ദൂരം ഈ ഒരു കാടിനുള്ളിലേക്ക് നടന്നു വന്ന് അവസാനം ഒരു ചെറിയ ഭാഗമുണ്ട് അവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ കാടിന്റെ നടുവിലായിട്ട് ഒരു കോണിപ്പടി ആരോ കെട്ടിവെച്ചേക്കുന്നു. അത് നടന്ന് കയറി കഴിഞ്ഞാൽ രണ്ട് വശത്തേക്ക് അത് കെട്ടിവെച്ചിട്ടുണ്ട്, പക്ഷെ പകുതി വരെ ഉള്ളൂ. അങ്ങനെ ഇവനായാലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നി പെട്ടെന്ന് ആ ഒരു പടിക്കെട്ടിലൂടെ മുകളിലേക്ക് കയറിയിട്ട് അതിന്റെ പുറകിലേക്ക് ചെന്ന് എല്ലായിടം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നേരത്തെ കണ്ട ആ ഒരു ജീവി അവിടെ നിൽക്കുന്നു. ഏയ്, നീ ഇവിടെ നിൽക്കാണോ? ശരി ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ജോൺ ആയാലും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു സ്റ്റെപ്പിന്റെ പുറകു വശത്തേക്ക് നടന്നിങ്ങനെ ചെല്ലും. എന്നിട്ട് ആ ഒരു ജീവിയുടെ അടുത്തേക്ക് ചെന്ന് എന്തോ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനെ ആ ഒരു ജീവി അകത്തേക്ക് വലിച്ചെടുത്തോണ്ട് പോവാണ്. ഇവനായാലും മുത്തശ്ശ എന്നെ രക്ഷിക്കുമെന്നും പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ മുത്തശ്ശൻ ആ ഒരു ബാഗും തോക്കും വെച്ചല്ലോ ആ ഒരു സ്ഥലത്തെത്തി അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ജോൺ കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഒരു മുത്തശ്ശന് ഓടി പോകുന്നുണ്ട്. ഇവിടെ ജോൺ ആണെങ്കിൽ ആ ഒരു ചുമരിൽ പിടിച്ചിങ്ങനെ കിടക്കാണ്, അത് വലിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം നമ്മുടെ മുത്തശ്ശൻ ഓടി ആ ഒരു പടിക്കെട്ടിനടുത്തേക്ക് എത്തുന്നതും ഇപ്പോൾ ജോണിനെ എന്തോ വലിച്ചുള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോഴത്തേക്കും അങ്ങനെ ആ ഒരു മുത്തശ്ശനായാലും നമ്മുടെ ജോണിനെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ പുറകിലേക്ക് പോയിട്ട് അവസാനം ഏതോ ഒരു കഥ കണ്ട് അതിനുള്ളിലേക്ക് കയറി പോകുന്നത് പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു മുത്തശ്ശനെയും ജോണിനെ കാണാതായിട്ട് 20 വർഷം കഴിഞ്ഞു. ഇതുവരെയും അവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു മുത്തശ്ശനെയും നമ്മുടെ ജോണിനെ കാണാതായിട്ടുള്ള അതേ കാട്ടിലേക്ക് ട്രക്കിങ്ങിനായിട്ട് വരുന്ന രണ്ട് സഹോദരങ്ങൾ. അതിലൊരാളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ, അതേപോലെ തന്നെ ഹീറോയുടെ സഹോദരൻ നിക്ക്. അപ്പോൾ ഇവര് രണ്ടുപേരും ഈ ഒരു കാടിനടുത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് കോഫി കുടിക്കാന്ന് പറഞ്ഞ് ഒരു ഷോപ്പിനടുത്തായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ ടോയ്ലറ്റിലേക്ക് പോകുന്നു. നിക്കാണെങ്കിലോ ആ ഒരു ഷോപ്പിലേക്ക് നിന്ന് കോഫി ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഷോപ്പിലെ ഓണർ, അല്ല നിങ്ങൾ എവിടേക്കാ പോകാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നുള്ള കാര്യം ഇവരോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത്, അല്ല ഞങ്ങൾ ഇതുപോലെ ഈ ഒരു കാടിനകത്താണ് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും നിങ്ങൾ പോകുമ്പോഴത്തേക്കും കുറച്ച് സേഫ് ആയിട്ട് പോയിട്ട് വരാൻ നോക്ക്, അതുപോലെ അത് രാത്രിയിൽ അവിടെ നിൽക്കാനായിട്ട് ശ്രമിക്കണ്ട, പെട്ടെന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കും, അല്ല എന്തു പറ്റി അങ്ങനെ പറയാനായിട്ട്?
വേറെ ഒന്നുമല്ല, ഇതിനു മുന്നേ അവർ കാടിനുള്ളിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേരെയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് മിസ്സിംഗ് കേസുകളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ പക്ഷെ ഇവർ രണ്ടുപേരും അത് അത്ര വലിയ കാര്യമാക്കത്തില്ല. എന്നിട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഈ ഒരു സഹോദരനുണ്ടല്ലോ, അവനാണ് ഡ്രൈവ് ചെയ്യുന്നത്, അധികം അങ്ങനെ മിണ്ടുന്നില്ല. അപ്പോഴേക്കാണ് ഹീറോ ചോദിക്കുന്നത്, ഹേയ് എന്തു പറ്റി? ആ ഒരു കടക്കാരൻ പറഞ്ഞ കാര്യം ഓർത്തിട്ടാണോ? പിന്നെ ഓർക്കാതെ, കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പേടിക്കത്തില്ലേ? അപ്പോൾ ഹീറോ പറയും, ഹേയ് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ വെറും കെട്ടുകഥകളായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു കാടിനുള്ളിലേക്ക്, അതിന് വെളിയിൽ ആ ഒരു പാർക്കിംഗ് സ്ഥലത്തേക്ക് ചെന്ന് വണ്ടി നിർത്തുമ്പോഴത്തേക്കും അവിടെ വേറെ 2 പെണ്ണുങ്ങൾ കൂടി വരുന്നുണ്ട്. അതുമല്ല ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാളുടെ പേര് ജെനി, ഒരാളുടെ പേര് റെബേക്ക. അപ്പോഴേക്കാണ് നമ്മുടെ നിക്ക് ഹീറോയോട് ചോദിക്കുന്നത്, അല്ല ഇതുവരെ ചാർലി വന്നില്ലേ? അപ്പോൾ ഹീറോ പറയും, അവനെന്തായാലും വരാന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു ട്രക്ക് ഇങ്ങനെ വരുന്നു. അതുമല്ല ആ ഒരു ട്രക്കിന് മുന്നിലായിട്ടാണെങ്കിൽ വലിയൊരു കാളയുടെ തല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ നിക്ക് പെട്ടെന്ന് പേടിച്ചിട്ട്, ഓ അപ്പോൾ ഇവനാണോ വന്നത്? അല്ല ഇവനെ ആരാ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് വേറെ ആരുമല്ല, അവന്റെ പേര് ഡെക്ക് എന്നാണ്. ഇവനാണെങ്കിൽ നല്ലതുപോലെ ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇവ ഉണ്ടാക്കും. അപ്പോഴാണ് ഹീറോ പറയുന്നത്, എടാ ഞാൻ ചാർലിയെ തന്നെയാണ് വിളിച്ചത്, പക്ഷേ ചാർലി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ അടുത്തിരുന്ന ഡെക്ക് ഈ ഒരു കാര്യം കേട്ട് അവൻ വരുന്നു പറഞ്ഞ് ചാടി ഇറങ്ങി വന്നതാണ്. എനിക്കാണെങ്കിൽ തടയാനും പറ്റിയില്ല. ഓക്കെ ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, വേറെ പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഡെക്ക് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നിക്ക് എന്തോ ഒരു ഫുഡ് ഐറ്റം തിന്നോണ്ടിരിക്കുകയാണ്. അതും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അങ്ങനെ തിന്നിട്ട് പോവാണ്. ഇപ്പൊ തന്നെ ഇവന്റെ ക്യാരക്ടർ ഏകദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ 5 പേരും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിനായിട്ട് പോവാണ്. അതുപോലെ ഒരു മൊത്തമായിട്ടും ട്രക്കിങ് ചെയ്ത് പോകേണ്ടത് 30 മൈലാണ്. അതിൽ 15 മൈല് ഇന്ന് രാത്രിക്ക് ഉള്ളിൽ അവർ ട്രക്ക് ചെയ്ത് കയറിയിട്ട് അവിടെ ക്യാമ്പ് സെറ്റ് ചെയ്ത് ബാക്കി 15 മൈല് അടുത്ത ദിവസം ട്രക്ക് ചെയ്യണം. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കും ഡെക്ക് അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാണ്. എന്നിട്ട് റെബേക്കയോടും ജെനിയോടും രണ്ടുപേരുടെ റിലേഷൻ നല്ലതുപോലെ പോകുന്നുണ്ടോ, ഒരുപക്ഷെ ആരെങ്കിലും ബ്രേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ റെബേക്കയെ ഞാൻ സെറ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവൻ പറയുമ്പോൾ പോടാ മരത്തലയെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ട് ആ ഒരു മാപ്പെല്ലാം എടുത്ത് പരിശോധിച്ച് പിന്നെ മുന്നിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവരുടെ പുറകെ കുറച്ച് പതിയെ നടക്കുന്നത് നമ്മുടെ ഹീറോ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അവന്റെ ബാഗിൽ നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ കുറെ ദൂരം പിന്നെ നടന്ന് ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് ഇപ്പൊ ബാഗെല്ലാം ഇറക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ ബാഗ് എടുക്കുന്നത് അവന്റെ അനിയൻ നിക്കാണ്. അപ്പോൾ ഡെക്ക് ചോദിക്കും, അല്ല ഇത്ര വെയിറ്റ് എന്താ? ഇങ്ങ് വന്നേ നിന്റെ ബാഗ് ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ബാഗ് എടുത്ത് പരിശോധിക്കുമ്പോൾ എടാ മരത്തല ആരെങ്കിലും ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്കും ജീൻസ് കൊണ്ടുവരും. അത് നമ്മുടെ ഹീറോ ചെയ്തിട്ടുണ്ട്. അത് ഒരു ജീൻസ് അല്ല, ഒരു 3 എണ്ണം. അത് കഴിഞ്ഞ് ആ ഒരു ബാഗ് തുറന്നത് തട്ടിയിടുമ്പോഴത്തേക്കാണ് ഒരു 10 പേര് തിന്നാനുള്ള ഫുഡെങ്കിലും അവ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ അവന്റെ കയ്യിലൊരു കത്തിയുണ്ട്. ആ ഒരു കത്തിയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നിക്ക് എടുത്ത് വെച്ചിട്ട്, ഓക്കെ ഇത് ഞാൻ വെച്ചേക്കാം, നീ എന്തായാലും വെച്ചേക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ ബാഗ് അവ ഇത്രയും നേരം തൂക്കിക്കൊണ്ട് വന്നല്ലോ, നല്ല വെയിറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് നിക്ക് പറയും, ശരി കുറച്ചു നേരം അത് ഞാൻ ചുമക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഗ് അവനെടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഇവര് മുന്നിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ കുറെ ദൂരം നടന്നു വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കൂടാരം പോലെ ഇങ്ങനെ കാണുന്നു. ഇത് കാണുമ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കും, അല്ല ഇത് ചിലപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ കെട്ടിയതായിരിക്കോ? പിന്നെ മൃഗങ്ങളല്ലേ ഇതുപോലെ കൂടാരം കെട്ടാൻ പോകുന്നേ, ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയോ? അത് ഏതെങ്കിലും മനുഷ്യന്മാർ നിർമ്മിച്ചതായിരിക്കും ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കണ്ട, നമുക്ക് എന്തായാലും ആ ഒരു ക്യാമ്പിലേക്ക് എത്താം എന്നും പറഞ്ഞ് ഇവർ വീണ്ടും മുന്നിലേക്ക് തന്നെ നടക്കുന്നു. അങ്ങനെ ഇവർ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെനിയുടെ ഷൂ ലേസ് അത് അഴിയുന്നത്. അവള് പറയും, ഓക്കെ ഇത് ഷൂ ലേസ് ഞാൻ കെട്ടിയിട്ട് വരാം, നിങ്ങൾ കുറച്ച് മുന്നിലേക്ക് നടന്നെന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ഇവള് മാത്രം അവിടെ നിന്ന് ഷൂ ലേസ് എല്ലാം കെട്ടിയിട്ട് അവരെല്ലാവരും നടന്നു പോയല്ലേ. അവരുടെ അടുത്ത് നിന്നും ഒരു മഞ്ഞ ഡ്രസ് ഇട്ട പെണ്ണ് ഇവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് പോലെ. അപ്പോൾ ജെനിയാണെങ്കിൽ ആദ്യം അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ആ ഒരു പെണ്ണ് അടുത്തേക്ക് നടന്നു വന്ന് നിൽക്കുന്നതും പെട്ടെന്ന് അവളുടെ കാലും കൈയെല്ലാം അഴുകിയതുപോലെ ജെനി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതൊരു പ്രേത പെണ്ണായിരുന്നു. അങ്ങനെ ജെനി ആയാലും നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് കണ്ണുടച്ചിങ്ങനെ കിടക്കുന്നതും കുറച്ച് കഴിഞ്ഞ് അവൾ കണ്ണുറക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് ഇവര് വന്ന വഴിയെ അങ്ങനെ നടന്നു പോകുന്നു. ഇത് കണ്ടിട്ട് ഇവളായാലും ഓക്കെ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ഇവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് അവരുടെ പുറകെ തന്നെ ഓടിപ്പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിൽ നിന്നും ആ ഒരു പെണ്ണ് നമ്മുടെ ജെനിയെ വന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫ്രണ്ട്സിന്റെ പേരും വിളിച്ചിട്ട് അവളിങ്ങനെ ഓടുമ്പോഴത്തേക്കും അവരെല്ലാവരും ഈ ഒരു ശബ്ദം കേട്ടിട്ട് ജെനിയുടെ പുറകെ തന്നെ ഓടുകയാണ്. ജെനിയാണെങ്കിലോ ഇപ്പൊ പേടിച്ച് അവസാനം വഴിയെല്ലാം തെറ്റി ഒരു വിധത്തിൽ ഓടി വരുന്നത് എവിടെയാണെന്ന് വെച്ചാല് ആ ഒരു ടെന്റ് കിട്ടിയല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ്. ഓക്കെ എന്തായാലും ഇവിടെ വന്നല്ലോ, കുറച്ചു നേരം ഒളിച്ചിരിക്കാന്ന് പറഞ്ഞ ആ ഒരു ടെന്റിനകത്തേക്ക് കയറാണ്ട് വരുമ്പോ അതിനകത്ത് ഇതേ ആ ഒരു പെണ്ണിരിക്കുന്നു. അപ്പൊ ഇതുകൂടി കാണുന്നതും എന്റെ പൊന്നുമോളെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും കാല് തെറ്റി നേരെ താഴേക്കൊന്ന് വീഴുന്നു. കറക്റ്റ് സമയത്തിന് നമ്മുടെ ഹീറോയിൻ ടീമും അവിടേക്ക് വന്നിട്ട് ജെനിയോട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഇല്ല റെബേക്ക കാടിനകത്ത് ഞാൻ ഒരു പെണ്ണിനെ കണ്ടു, മഞ്ഞ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എന്നെ കൊല്ലാനായിട്ടാണ് അവൾ വന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡക്കായാലും ഓ പിന്നെ ഈ കാടിനകത്ത് ഞങ്ങൾ കാണാത്തൊരു പെണ്ണിനെ നീ കണ്ടുവന്നു, ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അതെ നിനക്ക് ഇതെല്ലാം തോന്നിയതായിരിക്കും. നമ്മൾ ഈ ഒരു കാടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന മരങ്ങള് ഇലകള് ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം, അതുകൊണ്ട് നീ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഡക്ക് പറയുന്നത്, ഓക്കെ
അവൾ എന്തായാലും ഇത്രയും പേടിച്ചതല്ലേ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഇവൻ ഒറ്റയ്ക്ക് ആ ഒരു വശത്തേക്ക് ഇങ്ങനെ പോയി നോക്കാണ്. അങ്ങനെ കുറെ നേരം ഇവരെല്ലാം റെസ്റ്റ് എടുത്ത് ഓക്കെ ഇനി എന്തായാലും നമുക്ക് തിരിച്ചു പോകാം, ഡക്കിനെ വിളിക്കാന്ന് പറഞ്ഞ് ഇവരും പുറകെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരിടത്ത് ഡക്കിന്റെ ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ മാത്രം കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ഇവൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് പേടിച്ചിട്ട് അടുത്തുള്ള ആ ഒരു ആറിനടുത്തായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ വെള്ളത്തിൽ നിന്നും ഡക്ക് ഇപ്പോൾ മുകളിലേക്ക് കയറി വരുന്നു. ഹേ ഗായ്സ്, നിങ്ങൾ കുളിക്കാൻ വരുന്നുണ്ടോ ബാ എന്ന് പറയുന്നതും ഓ എന്തായാലും അവന് കുഴപ്പമില്ല. നമ്മുടെ ഹീറോയും നിക്കും ഓക്കെ ഞങ്ങൾ എന്തായാലും കുളിക്കാൻ പോവാണ്, നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഇവര് ചാടാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവർ രണ്ടുപേരും പറയുന്നത് നിങ്ങൾ വെള്ളത്തിലേക്ക് ചാടുന്നതിന് മുന്നേ ഡക്കിന്റെ ദേഹം ഒന്ന് നോക്കി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ രക്തം കുടിക്കുന്ന അട്ടയുണ്ടല്ലോ അത് അവന്റെ ദേഹത്തിരിക്കുന്നു. ഇത് കണ്ട് ഇവര് രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങത്തില്ല. അപ്പോൾ ഡക്കായാലും പെട്ടെന്ന് കരയിലേക്ക് വന്നിട്ട് റെബേക്ക അവളുടെ കയ്യിൽ ലൈറ്റർ ഉണ്ട്, അത് കൊണ്ടുവന്ന് ആ ഒരു അട്ടേനെല്ലാം പതിയെ അവന്റെ ദേഹത്ത് നിന്ന് എടുത്ത് കളയാണ്. അതുകൊണ്ട് എന്തായാലും ഇവർ ഇനി ആരും വെള്ളത്തിൽ ഇറങ്ങത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ബാഗും കൊണ്ട് ഒരു 6 മൈലും കൂടി പോയി കഴിഞ്ഞാൽ ഇവർക്ക് അവർ ആദ്യത്തെ ക്യാമ്പി സൈറ്റിലെത്താം, ഇരുട്ടുന്നതിന് മുന്നേ തന്നെ. അതുകൊണ്ട് ഇവരെല്ലാവരും അത്യാവശ്യം വേഗതയിൽ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് കാടിനുള്ളിൽ കോട്ടിൻ സ്യൂട്ടെല്ലാം ഇട്ടിട്ട് ഒരുത്തൻ ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ഇവരാ ഒരു കാര്യം കണ്ടിട്ട് ഷെടാ ഇതാരാന്നും പറഞ്ഞ് എല്ലാവരും അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് സാർ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അവനവിടെ ഒറ്റയ്ക്കല്ല, നമ്മുടെ ജെനി കണ്ട ആ ഒരു മഞ്ഞ ഡ്രസ് ഇട്ടിട്ടുള്ള പെണ്ണുണ്ടല്ലോ അവളും അവിടെ ഇരിപ്പുണ്ട്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിനിക്കും ഈ കോട്ടിട്ട് അവന്റെ തലയിൽ ശ്രദ്ധിക്കുമ്പോൾ തലയിൽ നല്ലതുപോലെ അടി കൊണ്ടതുപോലെ വലിയൊരു മുറിവുണ്ട്. ഇവനായാലും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കിടന്ന് സംസാരിക്കുന്നു. ഇവരായാലും സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ ഇപ്പോൾ അവരോട് പ്രതികരിക്കുന്നില്ല. അവരാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പെണ്ണുങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു പെണ്ണോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവളും പ്രതികരിക്കുന്നില്ല, അവളും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു കോട്ട് ചൂട്ടിട്ടുള്ള ആള് അയാൾ എന്താണ് പറയുന്നത് ഇവർ കേൾക്കുന്നത്. ആ ഒരു സ്ത്രീയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതൊരിക്കലും നിന്റെ കുട്ടിയല്ല, ആ ഒരു കുട്ടീനെ ഇവിടെ വിട്ടിട്ട് നീ എന്നോടൊപ്പം വരണം, നീ പോലും അറിയാതെ ആ ഒരു ജീവിക്ക് വേണ്ടി നീ പ്രസവിച്ചു കൊടുത്ത കുഞ്ഞാണിത് എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നവൻ പെട്ടെന്ന് അവളോട് പറയും ഓക്കെ ഇപ്പൊ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നറിയോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഒരു തോക്കെടുത്ത് അവന്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് അവന്റെ കഴുത്തിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവൻ മരിക്കുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ഇവരുടെ നേർക്ക് ആ ഒരു തോക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോഴത്തേക്കും ഇവരും ഏയ് ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കളാം, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഇവർ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ അവിടെ താഴെ ഇരിക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവള് പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ മൺപുഴ ഉണ്ടല്ലോ വലുത് അതേ കണക്കിരിക്കുന്ന എന്തോ ഒരു സാധനം അതുപോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് ഇതുകൂടി കാണുന്നതും ഇവരെല്ലാവരും കൂടി പേടിച്ച് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. അപ്പോഴേക്കും ആ ഒരു തോക്കും കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിലും ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു ബുള്ളറ്റ് എല്ലാം കൊള്ളുന്നത് അടുത്തുള്ള മരങ്ങളിലാണ്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് പേടിച്ച് ഒരിടത്തേക്ക് വന്നിരുന്ന് ബാക്കി ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹീറോ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. അവിടെ കണ്ടത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ജെനി നീ പറഞ്ഞത് ഞങ്ങൾ ഇത്രയും നാളെ വിശ്വസിച്ചില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് നീ അവിടെ എന്താ കണ്ടേ എന്നെല്ലാം അവളോട് ചോദിക്കുമ്പോഴത്തേക്കും നിക്ക് പറയും ഏയ് നീ ഒന്നും മിണ്ടാതിരിക്കേ, ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഇല്ലില്ല ഞാൻ എന്തായാലും ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല, എന്റെ ബാഗ് എവിടെയെന്ന് നിക്കിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് നിക്ക് പറയുന്നത് സോറി നമ്മൾ നേരത്തെ അതിനെ കണ്ട് പേടിച്ചോടുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരിടത്ത് ഇരുന്നില്ലേ, ആ ഒരു സ്ഥലത്ത് വെച്ച് ബാഗ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയെന്ന് പറയുന്നതും ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഷേ നീ എന്തിനാ ആ ഒരു ബാഗ് മിസ്സാക്കിയേ, അപ്പോഴേ അത് മാറ്റി തരണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ വേറെ ഒന്നുമല്ല അതിലൊരു ടെന്റ് ആ ഒരു ബാഗിലാണുള്ളത്, അതേപോലെ തന്നെ ഇവർക്ക് കഴിക്കാനുള്ള ഫുഡും. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഡെക്ക് പറയും ഓക്കെ ഗൈസ് ഫുഡൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ എന്റെ കയ്യിൽ നല്ല സാധനമുണ്ട്, ഇതും അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗം കാണാം, പിന്നെ വിശപ്പൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. ഇപ്പൊ നിക്കായാലും പറയും ഓക്കെ അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും ടെന്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പോവാം, ഇതല്ലാതെ നമുക്ക് വന്ന വഴി തിരിച്ചു പോകാനായിട്ട് കഴിയത്തില്ല, നിങ്ങൾ കണ്ടല്ലോ അയാളുടെ കയ്യിൽ തോക്കുണ്ട്, സ്വയം ഷൂട്ട് ചെയ്തിട്ട് പോലും അയാൾ മരണപ്പെട്ടില്ല. എന്നിട്ട് നിക്ക് പറയും ഓക്കെ ഇന്ന് രാത്രി ഞാൻ എന്തായാലും കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി കാവലിരിക്കാം, അത് കഴിഞ്ഞ് മറ്റൊരാൾ ഇങ്ങനെ മാറി മാറി ഇരിക്കാന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവരായാലും തീയെല്ലാം കൂട്ടിയിട്ട് അവിടെ ആ ഒരു ടെന്റെല്ലാം അടിച്ച് ഡെക്കാണെങ്കിൽ അവൻ കൊണ്ടുവന്ന സാധനം നല്ലതുപോലെ തന്നെ തീയെല്ലാം കത്തിച്ച് വലിച്ച് കിളി പോയി. ബാക്കി 4 പേരും അവരുടെ ടെന്റിലായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നിക്കാണ് വെളിയിൽ കാവലിരിക്കുന്നത്. അതുപോലെ ഇവരെ ഒരുപാട് ദൂരെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. എത്രയൊക്കെ കാവലിരിക്കാന്ന് പറഞ്ഞാലും നമ്മുടെ നിക്കും കുറെ കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഉറങ്ങിപ്പോകും. അതേസമയം നമ്മുടെ ഡഗ് ഉണ്ടല്ലോ അവനിപ്പോ എന്തോ ഒരു സ്വപ്നം കാണാണ്, റെബേക്ക എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുമായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത് പോലെ. അങ്ങനെ കുറെ നേരം അത് കണ്ട് പിന്നീട് കാണിക്കുമ്പോൾ ഇവന്റെ ആ ഒരു ബെഡ് ഉണ്ടല്ലോ അതുൾപ്പെടെ ഇവനെ കാടിനകത്തേക്ക് എന്തോ വലിച്ചെടുത്തിട്ട് പോകുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവനായാലും പതിയെ കണ്ണുറഞ്ഞ് ഞാനിപ്പോ എവിടെയാണെന്നെല്ലാം പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു മഞ്ഞ കളറിട്ട പെണ്ണിന്റെ കയ്യിൽ കുഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരു പുഴുവിനെ പോലെ എന്തോ ഒന്ന് കണ്ടിരുന്നല്ലോ, അതിപ്പോ അവനോടൊപ്പം തന്നെ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നത് പോലെ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു കാര്യം കണ്ടിട്ട് ഇവൻ വീണ്ടും കിടന്ന് ഉറങ്ങുന്നതും വീണ്ടും സ്വപ്നത്തില് റെബേക്ക എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് പെട്ടെന്ന് കൊടൂരായിട്ടുള്ള പല്ലുകളെല്ലാം വെച്ച് ഇങ്ങനെ വരുന്നത് പോലെ ഇവ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കുന്നതും സത്യത്തിൽ ഇവന്റെ മുകളിലിരിക്കുന്നത് ആ ഒരു പെണ്ണൊന്നുമല്ല, ആ ഒരു ജീവി ഉണ്ടല്ലോ അതായിരുന്നു. അപ്പൊ ഇതിനെന്തായാലും കണ്ണില്ല, ആ ഒരു വലിയ പല്ലുകൾ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അങ്ങനെ ഇവൻ ആരെ രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ ആ ഒരു ജീവി ഇവൻ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്.
അങ്ങനെ ഡക്ക് കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് ഇവരെല്ലാവരും ബാക്കിയെല്ലാവരും എഴുന്നേറ്റ് ആ ഒരു ടെന്നിനടുത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അവൻ മാത്രം വരുന്നില്ല. അല്ല, ഇവ ഇവിടെ പോയെന്നും പറഞ്ഞ് എല്ലാവരും ആ ഒരു വശത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ ടെന്റ് അവിടെ കാണുന്നില്ല. അതുമല്ല, കുറെ ദൂരെയായിട്ട് എന്തോ വലിച്ചിഴിച്ച് പോയതുപോലെ ഇവരായാലും ഫോളോ ചെയ്ത് ചെന്ന് നോക്കുമ്പോൾ അവന്റെ ആ ഒരു ടെന്റ്, അതേപോലെ തന്നെ ആ ഒരു ബെഡ്, ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. പക്ഷെ അവനെ കാണുന്നില്ല. അതുമല്ല, നല്ലതുപോലെ തന്നെ രക്തമുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും നമ്മുടെ റെബേക്കയും ജെസ്സിയും കാടിനുള്ളിൽ എന്തോ ഒരു വെളിച്ചം കാണുന്നു. ഒരു പക്ഷെ അത് ഡെഗായിരിക്കും. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. വേറെ ഒന്നുമല്ല, കാടിന് നടുവിൽ ആ ഒരു പടിക്കെട്ടുകളുണ്ടല്ലോ, അത് കണ്ടിട്ടാണ് ഇത്രയും കാടിനുള്ളിൽ ആരാണ് ഈ ഒരു കാര്യം കൊണ്ടുവച്ചതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ 20 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ജോണിനെ കാണാതായതും ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ 2 വശങ്ങളിലും ലൈറ്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ നിക്കായാലും ആ ഒരു പടിക്കെട്ടിന്റെ മുകളിലേക്ക് കയറിയിട്ട് കാടിന് നടുവിൽ ഇതുപോലെ ഒരു സാധനം ആരാ കൊണ്ടുവച്ചത്? അതുപോലെ ഇലക്ട്രിസിറ്റി, അതിനു വേണ്ടിയിട്ടുള്ള വയറ് പോലും ഇവിടെ എവിടെയും കാണാനില്ല. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹീറോ പറയും, മര്യാദയ്ക്ക് മുകളിൽ നിന്ന് താഴെ ഇറങ്ങിക്കോ, ഇതെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല, നേരെ ക്യാമ്പിന്റെ അടുത്തേക്ക് ചെന്ന് അവിടെ നിന്ന് ആളുകളെ കൂട്ടി ഇവിടെ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ നിക്ക് അത് കേൾക്കത്തില്ല. അപ്പൊ നിക്കായാലും പതിയെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു പടികൾ നോക്ക്, ഒരു തുള്ളി പൊടി പോലുമില്ല. അതുപോലെ ഇതിന്റെ ചുറ്റും മരങ്ങളുണ്ട്, പക്ഷെ കരിയില വല്ല ഇതിന് മുകളിൽ കിടപ്പുണ്ടെന്ന് നോക്കി, ഇല്ല. അത് ഈ ഒരു സ്ഥലത്ത് പോലും കരിയിലകളൊന്നുമില്ല. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അതിന് പുറകിൽ നിന്നും മുത്തശ്ശൻ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്നെല്ലാം ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നിക്കായാലും പതിയെ അതിന്റെ പുറകിലേക്ക് ചെന്നിട്ട് ഇവരെ കൂടി വിളിച്ച്, ഹേ ഗായ്സ്, ഇവിടേക്ക് ഒന്ന് നോക്കുന്ന പറയുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ പുറകിൽ ആ ഒരു ഡോർ ഉണ്ടല്ലോ, അത് ഇവർ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കേൾക്കുന്ന ആ ഒരു ശബ്ദം ചിലപ്പോ കാണാതായിട്ടുള്ള ഡഗിന്റെ ആയിരിക്കോ എന്നും പറഞ്ഞ് ഇവർ ആ ഒരു ഡോർ ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ച അവസാനം അങ്ങനെ നിക്കായാലും കഥ ഇടിച്ച് നേരെ താഴേക്കൊന്ന് വീണിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവന് ലൈറ്റ് എടുത്ത് പുറകെ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് നിക്കിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴത്തേക്ക് അവന് നല്ലതുപോലെ നടക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ ഇവർ വന്ന് വീണിരിക്കുന്നത് എന്തോ ഒരു വലിയ ഫാക്ടറിക്കുള്ളിൽ പോലെ വേറെ ഏതോ ഒരു സ്ഥലം. എന്നിട്ട് നിക്കിനെ വിളിച്ച് ഹീറോ മുകളിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് നിക്ക് പറയുന്നുണ്ട്, അല്ല, ഇതിനകത്ത് ചിലപ്പോൾ ഡഗായിരിക്കും, അവനെ രക്ഷിക്കാതെ നമുക്ക് പോണ്ടാന്നും പറഞ്ഞ് ഒരു ചെറിയ പേടിയോടെ തന്നെ ഇവർ ഉള്ളിലേക്ക് നടന്നു വരുമ്പോൾ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. 20 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, നമ്മുടെ ജോൺ, അവനിപ്പോ പേടിച്ചിട്ട് ഇതിനകത്തിരിക്കുകയാണ്. അവന്റെ പ്രായം പോലും മാറിയിട്ടില്ല, അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ജോൺ ആയാലും ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല, എന്റെ മുത്തശ്ശൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ മുത്തശ്ശനെന്ന് ഞങ്ങൾ കണ്ടില്ല, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഞങ്ങളോടൊപ്പം വരാൻ പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് പോകുമ്പോൾ അവൻ ചോദിക്കും, അല്ല, നിങ്ങൾ എങ്ങനെ ഇതിനകത്തേക്ക് ഇറങ്ങിയ? ആ ഒരു കതക് വഴി, പടിക്കെട്ട് വഴി ഇറങ്ങി ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാം, കാരണം ഓരോ തവണയും ആ ഒരു ജീവി ഈ കതകിന്റെ പൊസിഷൻ പല രീതിയിലും മാറ്റുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞത് കറക്റ്റ് ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നിക്കും ഹീറോയും ഇതിനുള്ളിലൂടെ ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്കും ചുറ്റി വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവർ വരുന്നത്. അതുമല്ല, ഇവരവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് ആ ഒരു ജീവി ഉണ്ടല്ലോ, അത് ഇവരെ മറിഞ്ഞു നിന്നിങ്ങനെ നിരീക്ഷിക്കുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇവരായാലും ഇപ്പൊ ചുറ്റി അവസാനം ആ ഒരു ഡോർ എങ്ങനെയും കണ്ടുപിടിച്ചു. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോണിന്റെ ഒരു വശത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് അവനായാലും പേടിച്ച് അവിടേക്ക് നോക്കും. ഇവരും ടോർച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ജീവിയുടെ മൊത്ത രൂപം ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതുകൂടി കാണുന്നത് 3 പേരും കൂടി പേടിച്ചിട്ട് ഇപ്പൊ ആ ഒരു പടിക്കെട്ട് വഴി മുകളിലേക്ക് ഓടി കയറുമ്പോഴത്തേക്കും നമ്മുടെ നിക്ക് മാത്രം കയറുന്നില്ല. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ചേട്ടാ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ ഒരു ജീവിക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, പിന്നെ അതൊക്കെ അന്വേഷിക്കാനാണ് ഇപ്പൊ സമയം, വാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് പുറകില് ഒളിച്ചിരുന്ന ആ ഒരു മൃഗം നമ്മുടെ നിക്കിനെ പിടിച്ച് താഴേക്കിട്ട് അവന്റെ കഴുത്തറുത്ത് അവനെ കൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നിക്ക് മരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പയ്യൻ ജോണിനെ കൂട്ടി നേരെ മുകളിലേക്ക് വന്ന് ആ ഒരു ഡോറ് നല്ലതുപോലെ അടയ്ക്കും. എന്നിട്ട് താഴെ വീണ് നല്ലതുപോലെ കരയാണ്, കാരണം നിക്ക് മരിച്ചു. അപ്പോഴേക്കും ആ ഒരു ജീവിയാണെങ്കിലും ഡോറിലിട്ട് നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ഇതുകൂടി കാണുന്നത് വെളിയിൽ നിൽക്കുന്ന നമ്മുടെ റെബേക്ക, ജെനി, ചെറിയ പയ്യനായിട്ടുള്ള ജോൺ, ഇവരെല്ലാവരും പല വഴിക്ക് ഇങ്ങനെ പേടിച്ചോടുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോ ആയാലും മറ്റൊരു വഴിയെ ഓടുന്നുണ്ട്. ഓടി ഒരു ചെയറിൽ ചവിട്ടി പെട്ടെന്ന് താഴേക്ക് ഒന്ന് വീഴുന്നതും ബാക്കി 3 പേരും കറങ്ങി തിരിഞ്ഞ് അവിടേക്ക് വരും. എന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ആ ഒരു ജീവി പിടിച്ചുകൊണ്ടുപോയ ഡക്ക് ഉണ്ടല്ലോ, അവനെ ആ ഒരു ജീവി കൊന്നിട്ടേക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അങ്ങനെ അത് കണ്ടിട്ട് ഇവരെല്ലാവരും കരയുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോൺ, ചെറിയ പയ്യനുണ്ടല്ലോ, അവൻ പറയുന്നത്, നിങ്ങളുടെ സുഹൃത്തിനെ മാത്രം ഇങ്ങനെ കൊന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്, ഒരിക്കലുമല്ല, ഇതുപോലെ പല ആളുകളെയും ആ ഒരു ജീവി ഒരു കാടിനകത്ത് നിന്ന് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു ജീവി കരയുന്ന ശബ്ദം. അങ്ങനെ ഇതും കൂടി കാണുന്നതും എല്ലാവരും പേടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറെ ദൂരം ഓടുമ്പോഴത്തേക്കും ഒരു RV വാൻ, അങ്ങനെ എല്ലാവരും ഓടി അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇതിൽ നമ്മുടെ ജെനി മാത്രം ഏറ്റവും അവസാനമായി പോയി. അവളോട് കയറാൻ പറയുമ്പോൾ ഓക്കെ പെട്ടെന്നൊന്ന് കയറാൻ പറഞ്ഞിട്ട് അവളുടെ കൈ ഇങ്ങനെ പിടിക്കുന്നതും ആ ഒരു വാനിന്റെ മുകളിൽ നിന്നും ഈ ഒരു ജീവി ജെനിയുടെ കഴുത്തിൽ പിടിച്ച് അവളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്തം ഒരുപാടായിട്ട് വന്ന് ഇപ്പോൾ ജെനി ആയാലും മരിച്ചെന്ന് മനസ്സിലായി. അങ്ങനെ ബാക്കി 3 പേരും ഇതിനകത്ത് കയറിയിരുന്നു. ഇവരുടെ കൂടെയുള്ള ഓരോരുത്തരായിട്ട് ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുമല്ല, ആ ഒരു ജീവിയെ കൊല്ലണമെന്നുള്ള ദേഷ്യം നമ്മുടെ റെബേക്കയ്ക്ക് ഉണ്ട്. അങ്ങനെ ഒരു വാനിലിരിക്കുമ്പോൾ ആ ഒരു ജീവി ഉണ്ടല്ലോ, അതാണെങ്കിൽ ഒരു വാൻ ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ജോണിനോട് ചോദിക്കുന്നത്, അല്ല മോനെ,
നീ എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഞാനും എൻ്റെ മുത്തശ്ശനും ഇതുപോലെ വേട്ടയ്ക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരെ കാണാതായത്. ഓക്കെ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ജോൺ എന്ന് പറയും. ഈ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു സംശയം. അല്ല, നിന്റെ മുത്തശ്ശന്റെ പേരെന്താ? അപ്പൊ അവന്റെ മുത്തശ്ശന്റെ പേര് കൂടി കേൾക്കുന്നതും ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. 20 വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ നമ്മുടെ ജോണിനെയും മുത്തശ്ശനെയും കാണാതായിട്ടുള്ളത്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോ സ്കൂളിൽ പഠിക്കുമ്പോൾ അവന്റെ ഒരു സുഹൃത്ത് ജോൺ ഇതുപോലെ കാട്ടിൽ അവന്റെ മുത്തശ്ശനായിട്ട് വേട്ടയ്ക്ക് പോയപ്പോഴത്തേക്കും കാണാതായെന്ന് പറഞ്ഞ് അവനും അറിഞ്ഞിരുന്നു. അപ്പൊ തന്റെ സുഹൃത്ത് തന്നെയാണോ ഇതെന്ന് അറിയാൻ വേണ്ടി നീ ഏത് വർഷമാണ് സ്കൂളിൽ പഠിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജോൺ പറയും 1997 എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന രണ്ടുപേരും നല്ലതുപോലെ ഷോക്കായിപ്പോയി. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ജോൺ, നീ ആ ഒരു റൂമിനകത്ത് പെട്ടുപോയിട്ട് എത്ര നാളായി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് 1-2 ദിവസം, അത്ര മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നതും ഇവിടെയാണ് മറ്റൊരു കാര്യം. നമ്മുടെ ജോൺ എന്ന് പറഞ്ഞ ചെറിയ പയ്യനെ ആ ഒരു കഥകിനുള്ളിലുള്ള സ്ഥലത്ത് 1-2 ദിവസമാണെങ്കിൽ ഇവിടെ വെളിയിൽ അത് 20 വർഷങ്ങളാണ്. രണ്ടിടങ്ങളും തമ്മിലുള്ള ടൈം ലൈനിൽ ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ, എന്തായാലും ഇവർ നല്ലതുപോലെ ഞെട്ടിയിട്ട് പിന്നീട് ഇതാണ് സത്യം എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് വെളിയിൽ ഒരു ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ റെബേക്ക പറയും, ശരി നമുക്ക് ഇവിടെ നിന്ന് പോയാലെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും, ഇല്ലില്ല, നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ആ ഒരു ജീവി എന്തായാലും നിങ്ങൾ വെറുതെ വിടത്തില്ല, അതെല്ലാവരെയും കൊല്ലും. കാരണം അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ കുട്ടികൾക്ക് അതിന് ഭക്ഷണം കൊടുക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എന്താ അതിന് കുട്ടികളുണ്ടോ? അതെ, അതിന് ഒരുപാട് കുട്ടികളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാവരെയും ആ ഒരു ജീവി കൊല്ലുന്നത് എന്നിങ്ങനെ പറയുന്നതും. ഓക്കെ, ഇപ്പോൾ ഇവരായാലും വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവി എന്തായാലും കൊന്നേ പറ്റൂ. അതുപോലെ രാവിലെ വരെ ഇതിനകത്ത് വെയിറ്റ് ചെയ്യാനും ഇവരെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് അതിനെ കൊല്ലാനുള്ള എന്തെങ്കിലും കാര്യം ഇതിനകത്തുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അവർ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒരു ഷോട്ട് ഗൺ കിട്ടുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറും 4 ബുള്ളറ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അതുപോലെ നമ്മുടെ നിക്ക് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജീവിക്ക് കാണാൻ കഴിയത്തില്ല, കേൾക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഈ ഒരു വാനിന്റെ അകത്ത് നിന്നും ഇവരൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും, വാനിൽ ഇടിച്ചിട്ട്. അപ്പൊ ആ ഒരു ജീവി ആ ഒരു വശത്തേക്ക് വരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് 2 പാത്രങ്ങൾ എടുത്ത് ഒരുമിച്ച് ഇങ്ങനെ എറിയുമ്പോഴത്തേക്കും ഈ ഒരു ജീവി ആ ഒരു പാത്രം വീണ സ്ഥലമുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ ഓടി വരും. പക്ഷെ നമ്മുടെ ഹീറോയെ കാണുന്നില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് അത് എന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യമാണ്, ഇത് ശബ്ദം വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ ഫോളോ ചെയ്ത് കൊല്ലുന്നത്. അങ്ങനെ ഇത്തവണ നമ്മുടെ ജോണിനോട് ആ ഒരു വാനിൽ ശബ്ദം ഉണ്ടാക്കാൻ പറയുന്നതും അതിന്റെ ശ്രദ്ധ അവിടേക്ക് പോകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ റെബേക്കയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ഷോട്ട് ഗൺ ഉണ്ടല്ലോ അതും വെച്ച് ഈ ഒരു ജീവിയുടെ മുന്നിലേക്ക് ചെന്ന് അതിനെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഓരോ തവണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു കുഴപ്പമില്ലാതെ തന്നെ ഇവരുടെ മുന്നിലേക്ക് ഇവർ അറ്റാക്ക് ചെയ്യാൻ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബുള്ളറ്റ് തീരാറാകുമ്പോഴത്തേക്കും ഹീറോ പറയും, റെബേക്ക പെട്ടെന്ന് അകത്തേക്ക് വാ, നിർത്തുന്നു പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. കാരണം അവളുടെ കാമുകീനെ കൊന്ന ജീവിയല്ലേ, അതുകൊണ്ട് അവൾ അവിടെ നിന്ന് അതിനെ ഷൂട്ട് ചെയ്ത് അവസാനം ഇത് നേരെ വന്ന് നമ്മുടെ റെബേക്കയെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. പക്ഷെ നമ്മുടെ ഹീറോ നേരെ ആ ഒരു വാനിനകത്തേക്ക് തന്നെ ഓടിക്കയറിയിട്ട് ഇവർ ആ ഒരു വാൻ അടയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ജീവി എന്തായാലും ഇവരെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഹീറോ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് വണ്ടിക്കകത്ത് ഒരു സിലിണ്ടർ ഇരിക്കുന്ന കാണുന്നത്. എന്തായാലും ഈ ഒരു ചെറിയ പൈനെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഹീറോ പെട്ടെന്ന് ആ ഒരു സിലിണ്ടർ കൊണ്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ജീവിയെ അങ്ങനെ വിളിക്കും, ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വാടാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു ജീവി ഇവന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവൻ ആ ഒരു സിലിണ്ടർ എടുത്ത് ആ ഒരു ജീവിയുടെ അടുത്തേക്ക് ഒരു ഒറ്റയേറ്. അപ്പോഴത്തേക്ക് അത് ആ ഒരു സിലിണ്ടറിന്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ നിൽക്കുന്നതും ഹീറോയുടെ കയ്യിൽ ഫ്ലെയർ ലൈറ്റ് ഉണ്ടായിരുന്നു. അതെടുത്തൊരു ഒറ്റയേറ് പെട്ടെന്ന് ഈ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു ജീവിയും അവിടെ നിന്ന് അങ്ങനെ കത്തുകയാണ്. എന്നിട്ട് അതാണെങ്കിലോ ഈ പാലറി വിളിച്ച് ആ ഒരു തീ പിടിച്ചിട്ട് അങ്ങനെ ഓടുന്നു. അത് ഓടുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നേരെ റെബേക്കയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവൾ ഇനി എന്തായാലും ജീവിച്ചിരിക്കത്തില്ല, അവളും അവിടെ വെച്ച് തന്നെ മരിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജോണിനെ വിളിച്ച് ഇവർ രണ്ടുപേരും ആ ഒരു ജീവിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അത് തീയും പിടിച്ചിട്ട് നേരെ ആ ഒരു പടിക്കെട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു ഡോറിനടുത്തേക്ക് അതിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ ഒരു പടിക്കെട്ട് മുഴുവനായിട്ടും തീ പിടിച്ച് അവിടെ നിന്ന് അങ്ങനെ കത്തുകയാണ്. അപ്പൊ എന്തായാലും ആ ഒരു സ്ഥലം ആ ഒരു കഥയില്ലാതായതോടുകൂടി ആ ഒരു ലോകത്തേക്കുള്ള വഴി എന്തായാലും നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ആ ഒരു ജീവികൾക്ക് തിരിച്ച് ഈ ഒരു ഭൂമിയിലേക്ക് വരാൻ കഴിയത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം പോലീസുകാരും ബാക്കി എല്ലാവരും ഈ ഒരു കാട്ടിലേക്ക് വന്ന് ഇവർ പറയുന്ന ആ ഒരു കാര്യം വിശ്വസിക്കണമല്ലോ. അതുപോലെ ആ ഒരു ജീവിയുടെ പകുതി ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും കിട്ടിയ പകുതി ഭാഗങ്ങൾ ഇവർ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് പൂർണ്ണമായിട്ട് അവരെങ്ങനെ വിശ്വസിക്കാൻ അറിയത്തില്ല. എന്തായാലും വിശ്വസിക്കും, കാരണം 20 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള നമ്മുടെ ജോൺ തിരിച്ചു വന്നല്ലോ. അതുകൊണ്ട് എന്തായാലും ഹീറോയ്ക്ക് പറയുന്ന കാര്യം അവർ ചെറുതായിട്ടൊന്ന് വിശ്വസിക്കും. അതേപോലെ തന്നെ കാടിന് നടുവിലുള്ള ആ ഒരു പടിയും അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോണിന്റെ അമ്മേനെയും മുത്തശ്ശിയെയും ഇവിടേക്ക് വരാൻ പറയും. അപ്പൊ അവര് രണ്ടുപേരും ഇവിടേക്ക് വരുന്നതും ജോണിന്റെ അമ്മ അത്യാവശ്യം പ്രായമായിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ഒരു മുത്തശ്ശിക്ക് നല്ല പ്രായമുണ്ട്. ഇവര് വരുമ്പോൾ ജോൺ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് മുത്തശ്ശനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജോണിനെങ്കിലും കിട്ടിയത് അത്ര ഭാഗ്യം. അതുമല്ല 20 വർഷം കഴിഞ്ഞിട്ടും കാണാതായിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ ജോണിനെ കിട്ടിയതുകൊണ്ട് ഇവർക്ക് ഒരേപോലെ തന്നെ അത്ഭുതമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ പറഞ്ഞ കാര്യങ്ങളൊന്നും കള്ളമല്ല, എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങും.
അതുപോലെ നമ്മുടെ ഹീറോ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ ജോൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോണിനെ അവന്റെ സുഹൃത്താക്കി. ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ സുഹൃത്തുക്കളായിട്ട് കഴിയുന്നത്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ കൂടെയുള്ള അവന്റെ സഹോദരൻ ബാക്കിയുള്ള എല്ലാവരും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രം സുഹൃത്തുക്കളായിട്ട് അങ്ങനെ കഴിയാണ്. അതോടുകൂടി ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.